30 വയസ്സ് 30 ഇയേഴ്സ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സൗന്ദര്യം ശ്രദ്ധിച്ചു തുടങ്ങിയില്ല എങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായി പോകും. 30 വയസ്സ് വരെ ഒരു പൂമ്പാറ്റിയെ പോലെ പാറി പറന്ന് നടന്നിരുന്ന നിങ്ങളുടെ സ്കിന്ന് മോശമാകും, ഹെയർ കുറയും, ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് മാനസികമായിട്ടുള്ള ഡിപ്രഷൻ വരെ തോന്നി തുടങ്ങാം. നിങ്ങൾക്കറിയാം, നമ്മുടെ സൗന്ദര്യം ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ മുഖത്തൊരു പാട് വീണു, ഒരു മുഖക്കുരു വന്നു എന്നൊക്കെ അറിയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ സ്ത്രീകൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 വയസ്സ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ്. 30 വയസ്സ് വരെ നമ്മൾ നല്ല സൗന്ദര്യമായിട്ട് ജീവിച്ചെങ്കിൽ നമുക്കിനി 40കൾ 50കൾ 60 70കളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട്, നല്ല സൗന്ദര്യത്തോടെയും ജീവിക്കാനായിട്ടുള്ള കുറച്ച് റെമഡീസ് പറഞ്ഞുതരാം. ഇന്ന് അതിനകത്ത് 2 കാര്യങ്ങൾ, 2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 30 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ഹെയർ നന്നായിട്ട് ലോസ് ആവാൻ തുടങ്ങും. നമ്മളത് പെട്ടെന്ന് അറിയില്ല. പലപ്പോഴായി ഹെയറിൻ്റെ വോളിയം കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് ഒരുപാട് കുറഞ്ഞു കഴിയുമ്പോഴായിരിക്കും, നമ്മുടെ ഒരു കൈപ്പിടിയിൽ മുടി ഒതുങ്ങി തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ഒരുപാട് ഹെയർ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മേക്കപ്പ് ഒന്നും ഇടാത്ത നിങ്ങളുടെ ഒരു സ്കിന്ന്, നിങ്ങളുടെ ഒരു മുഖം നമ്മുടെ സൺലൈറ്റിൽ, സൂര്യപ്രകാശത്തിൽ വീടിൻ്റെ പുറത്തൊന്ന് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് നോക്കുക. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുളിവുകൾ വന്നിട്ടുണ്ടാവും. ഇത്രയും നാളുണ്ടായിരുന്ന പോലെയല്ല സ്കിന്ന്. നമ്മുടെ കണ്ണിൻ്റെ കോർണേഴ്സ്, ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പലയിടത്തും ചുളിവുകൾ വന്നിട്ടുണ്ടാവും. ആ ഒരു സ്കിന്നാകെ നമുക്ക് നാശമായതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടത്, ഹെയറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു 30 ഒക്കെ ഏജ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക. ഡോക്ടറെ കണ്ടാലും ഡോക്ടർ ചെക്ക് ചെയ്ത് തരും, അതിനുള്ള മെഡിസിനും തരും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള ഹെയർ ലോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കാം. തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഹെയർ ലോസിന് കാരണമെങ്കിൽ അത് നമുക്ക് മെഡിസിനിലൂടെ തീർച്ചയായിട്ടും പരിഹരിക്കാം. അല്ലാതെ വരുന്ന ഹെയർ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് വരുന്നതാണ്. അങ്ങനെയുള്ളത് നമുക്ക് വൃത്തിയായിട്ട് ആഴ്ചയിൽ കഴുകുക. കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂസോ കണ്ടീഷണേഴ്സോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. നല്ല ചെമ്പരത്തി ഇലയുടെ താളി ഉണ്ടാകും, അത് തേക്കുക. അല്ലെങ്കിൽ ചെറുപയർ, ഉലുവ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഹെയർ പാക്ക് ആയി ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ഒക്കെ നീക്കി നല്ല നമുക്ക് ഹെയർ ഫോൾസിനെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, പല ഫേസ് ക്രീംസും ഉണ്ടാവും, അതൊന്നും നമ്മൾ കഴിവതും ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. വളരെ ലിമിറ്റഡ് ആയി മാത്രം മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുക. കഴിവതും ബ്യൂട്ടി പാർലറുകളിൽ പോവാതിരിക്കുക. ബ്യൂട്ടി പാർലറുകളിൽ കൊണ്ട് മുഖം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പക്ഷെ അതിനെ തുടർന്ന് നമുക്ക് പല പല പ്രശ്നങ്ങളും വരികയും അത് വീണ്ടും വീണ്ടും സോൾവ് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ഫേസിലിടുകയും ചെയ്യേണ്ടി വരും. എപ്പോഴും വളരെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഉപരി നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ ദിവസം നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളാണെന്ന് എനിക്കറിയാം, നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ യോഗ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും എക്സസൈസുകൾക്ക് വേണ്ടിയിട്ടായി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് മതി, നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് മൂവ് ചെയ്യുന്ന രീതിയിൽ ഡെയിലി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയുന്നതും രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കുക. നമ്മളുടെ പ്രയോറിറ്റിയാണ് നമ്മുടെ ലൈഫിൽ കൊടുക്കുന്ന എല്ലാത്തിനും. നിങ്ങൾക്കറിയാം, ഒരു കാര്യം എനിക്ക് ടൈമില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പ്രയോറിറ്റി ഉള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ കരുതുക. 30 വയസ്സായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ള വീഡിയോസിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് വരുന്നത് എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി 70കൾ 80കളൊക്കെ അങ്ങ് കിടക്കുകയാണ്, ഇനിയും ലൈഫ് നീണ്ടു നിവർന്ന് അതെല്ലാം ഹാപ്പി ആയിട്ടും സൗന്ദര്യമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇന്ന് തന്നെ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഹെയർ കെയർ, സ്കിൻ കെയർ എല്ലാം തന്നെ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്കിന്നിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നിർത്തുക. വളരെ കുറച്ച് മാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ നല്ല പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. യോഗ മറക്കണ്ട, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇതുപോലുള്ള നല്ല ടിപ്പുകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. പ്രിയംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും. ബൈ.